MT5 നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് MT5 മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. ആ വിൻഡോയിൽ നമ്മൾ പോയിട്ട് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിൽ മാനേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നേരെ മുകളിലോട്ട് പോയിട്ട് ഒരു പ്ലസ് ബട്ടൺ കണ്ടോ? പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫൈൻഡ് ബ്രോക്കർ എന്നുള്ള അടുത്ത് നമ്മൾ എക്സ്എൻഎസ്, നമ്മുടെ ഇത് എക്സ്എൻഎസ് ആണല്ലോ, നമ്മൾ ബ്രോക്കർ എക്സ്എൻഎസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തൊരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ എക്സ്എൻഎസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഒന്നുകൂടി നോട്ട് ചെയ്യുക, എക്സ്എൻഎസ് ടെക്നോളജീസ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ഐ ഡി എവിടുന്ന കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാലോ. എക്സ്എൻഎസിൻ്റെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻ ഐ ഡി കിട്ടും. പാസ്വേഡ് നമ്മൾ ആ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. സർവർ നെയിമും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടും. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ബൈ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സർവർ നെയിം ആയിരിക്കില്ല ആക്ച്വലി നമുക്ക് എക്സ്എൻഎസിൻ്റെ സർവർ നെയിമായിട്ട് കിടക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ കിടക്കുന്ന സർവർ നെയിമും ഈ സർവർ നെയിമും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡൗൺ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഇങ്ങനെ നിരവധി സർവർ നെയിം കാണാം. അതിൽ ഏത് സർവർ നെയിമാണ് എക്സ്എൻഎസിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കുക. സേവ് പാസ്വേഡിൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ബ്ലൂ ടിക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് സേവ് ആയി കിടക്കും. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ കാണാം. എന്ന് വെച്ചാൽ ഞാനൊരു ഡെമോ അക്കൗണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളിതിൽ കാണുക, നമുക്ക് എക്സ്എൻഎസിൻ്റെ ഡീറ്റെയിൽ ഇതിൽ കാണാം. നോക്കിയാൽ കാണാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്എൻഎസിൻ്റെ ഡീറ്റെയിൽ കാണാം. ഈ മുകളിൽ കാണുന്ന നമ്പറാണ് എക്സ്എൻഎസ് അക്കൗണ്ട് നമ്പർ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് സർവർ നെയിം. പിന്നെ ആക്സസ് പോയിന്റ് തന്നെ ഹെഡ്ജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഉള്ളതാണ് ബാലൻസ്. എക്സ്എൻഎസിൽ ഇപ്പോൾ കറൻ്റ്ലി എന്താണ് ഉള്ളത് ആ ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് എക്സ്എൻഎസിൻ്റെ മാത്രമല്ല, നമുക്ക് ഇതുപോലെ എത്ര ബ്രോക്കറിനെയും ആഡ് ചെയ്യാം. അതിന് പ്ലസ്സിൽ നിൽക്കുക, എന്നിട്ട് ഏതാണ് ബ്രോക്കർ എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ MT5ൻ്റെ സർവർ നെയിമും നമ്മൾ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കണക്റ്റിംഗ് എന്ന് കാണിക്കും. കണക്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കണക്റ്റഡ് എന്നുള്ള ഇതൊരു കണക്റ്റഡ് ആണ് ആക്ച്വലി, അല്ലെങ്കിൽ ഇങ്ങനെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. റിയൽ അക്കൗണ്ടിന് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഡെമോ എന്ന് പറഞ്ഞ് കാണാം. പക്ഷേ റിയൽ അക്കൗണ്ടിന് അത് ഉണ്ടാവില്ല, ഡെമോ ഒന്നും ഉണ്ടാവില്ല. ഇത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഡെമോ എന്ന് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ബാറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നോക്കണ്ട, നമ്മൾ ഡയറക്റ്റ് സെറ്റിങ്ങിലേക്ക് വരാം. ഈ സെറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് മോഡ് കിടക്കുന്നുണ്ട്, ഓർഡർ സൗണ്ട് കിടക്കുന്നുണ്ട്, 1 ക്ലിക്ക് ട്രേഡിംഗ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടാബ്ലറ്റ് ഇൻ്റർഫേസ് എന്നുണ്ട്. ഇത് ഡിസേബിൾ ആക്കി ഇടുക. ആർക്കെങ്കിലും എനേബിൾ ആക്കി എടുക്കുന്നുണ്ട്, ഡിസേബിൾ ആക്കി ഇടുക. എന്തുകൊണ്ടാണ് ടാബ്ലറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആക്കണം എന്ന് പറഞ്ഞാൽ, ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടാബിൻ്റെ ഇൻ്റർഫേസ് പോലെ ആയിരിക്കും. നമ്മൾ ടാബ് കണ്ടിട്ടില്ലേ, ടാബിൻ്റെ ഇൻ്റർഫേസ് പോലെ ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല, മൊബൈലിലൊന്നും കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല. ഇനി മുകളിലോട്ട് വരാം, ഒന്നുകൂടി മുകളിലോട്ട് വരാം. അഡ്വാൻസ് മോഡ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓർഡർ സൗണ്ട് എന്ന് വെച്ചാൽ അതും ഞാൻ കാണിച്ചു തരാം. 1 ക്ലിക്ക് ട്രേഡ് എന്താണെന്ന് കാണിച്ചു തരാം. 1 ക്ലിക്ക് ട്രേഡ് നിങ്ങൾ തുറക്കുന്ന സമയത്ത് എനേബിൾ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. എനേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്തിടുക. ഡിസേബിൾ ചെയ്തിടുക. ഓക്കെ, ഇതിനെ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഇത് വർക്കാവുന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ വീണ്ടും പുറകിലോട്ട് പോയിട്ട് ഇവിടെ കാണാം കോഡ്സ് കാണാം. കോഡ്സിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കോഡ്സിൽ നമുക്ക് ഒരുപാട് പെയേഴ്സ് കാണാം. ഈ പെയേഴ്സിനൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല, കാരണം ഇത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന കുറച്ച് പെയേഴ്സാണ്. ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ കറൻസി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് പെയേഴ്സാണ് ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ കളയണം, ആദ്യം തന്നെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാം ഒരു ബട്ടൺ കാണാം, ഒരു പെൻസിലിൻ്റെ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, സെലക്റ്റഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ നമ്മളൊരു സിമ്പിളിനെ സെലക്ട് ചെയ്തു. അതിന് മുന്നേ നമ്മൾ ഈ ഇതിന് മുകളിലുള്ള കണ്ടില്ലേ, ഒരു റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഒരു ഡിലീറ്റിൻ്റെ ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഒരു ബോക്സുകൾ വരും. ആ ബോക്സിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ബോക്സുകൾ സെലക്ട് ചെയ്തിട്ട്
ഡിലീറ്റ് ചെയ്ത് കളയാം. അതിലൊന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ അത് പോയി കിട്ടും. ഒരെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും അതിൽ കാണിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു പെയർ ആഡ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ടിപ്പുറത്തുള്ള പ്ലസ് ബട്ടൺ നിൽക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഫൈൻഡ് സിമ്പിൾസിൽ EUR/USD യൂറോ USD വരും. ജസ്റ്റ് ഒന്ന് നെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നെക്കിയാൽ മതി. നെക്കിയിട്ടൊന്ന് പുറകിലോട്ട് പോവാം. പുറകിലോട്ട് പോകുമ്പോൾ കാണാം EUR/USD ഇവിടെ കിടക്കുന്നത് കാണാം. ഒരെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. USD JPY കൂടി ആഡ് ചെയ്യാണ്. അത് ഞാൻ ആഡ് ചെയ്തു. ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. ബിറ്റ്കോയിൻ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. USD അതും ആഡ് ചെയ്തു. ഓക്കെ, ബിറ്റ്കോയിനും യൂറോ USD വന്നിട്ടുള്ളൂ. ഓക്കെ, ബിറ്റ്കോയിനും യൂറോ USD തൽക്കാലം കിടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം ഇനി ബാക്കിയുള്ള എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് പുറകിലോട്ട് പോയി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പേയേഴ്സിനെ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടത്. അപ്പോൾ പേയേഴ്സിനെ വെച്ച് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. താഴെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ വരും. ന്യൂ ഓർഡർ, ചാർട്ട്, പ്രോപ്പർട്ടീസ്, മാർക്കറ്റ് സ്റ്റാറ്റസ്, സിമ്പിൾ വ്യൂ മോഡ് എന്നുള്ളത്. ആദ്യം ഞാൻ സിമ്പിൾ വ്യൂ മോഡ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, സിമ്പിൾ വ്യൂ മോഡ് കണ്ടില്ലേ നിങ്ങൾ? സിമ്പിൾ വ്യൂ മോഡ് കണ്ടില്ലേ? അത് അവിടെ നിന്ന് വന്നിട്ട് സെറ്റിങ്സിൽ വന്നിട്ട് ഇത് കണ്ടോ, അഡ്വാൻസ് മോഡ് നേരത്തെ എന്തായിരുന്നു കിടന്നുണ്ടായിരുന്നു? എനേബിൾ ആയിരുന്നു കിടന്നുണ്ട്. ഇപ്പോൾ ഡിസേബിൾ ആയി. ഞാനൊന്നും കൂടി എനേബിൾ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി കോട്ടയിലേക്ക് വരികയാണ്, കോഡ്സിൽ വരികയാണ്. ഇപ്പോൾ കണ്ടോ, വീണ്ടും അഡ്വാൻസ് മോഡിലായി വന്നു. സിമ്പിൾ വ്യൂ മോഡും അഡ്വാൻസ് മോഡും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സിമ്പിൾ വ്യൂ മോഡിൽ സിമ്പിൾസിന്റെ പേരുണ്ടാവും, ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് ഉണ്ടാവും, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അഡ്വാൻസ് മോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും. നോക്കിയാൽ കാണാം, ഇവിടെ കാണാം ലാസ്റ്റ് പ്രൈസ്, ഹൈ പ്രൈസ്, ലാസ്റ്റ് പ്രൈസ്, ഹൈ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം നമുക്കിവിടെ. ഓക്കെ, പിന്നെ ഇവിടെ സ്പ്രെഡ് കാണാം. ഇതേ കണ്ടോ, സ്പ്രെഡ് കണ്ടോ? യൂറോ USDയുടെ സ്പ്രെഡ് 10 ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ BTC UDMന്റെ കാണുന്നത് 593 BTC USDയുടെ കാണുന്നത് 21.58. ഇതിങ്ങനെ മാറി ഇങ്ങനെ വരും, സ്പ്രെഡ് മാറി വരും. ഞാൻ എന്തുകൊണ്ട് BTC എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ബാക്കിയുള്ള പേയേഴ്സ് ഒന്നും വർക്കാവില്ല. ആകെ വർക്കാവുന്ന ബിറ്റ്കോയിൻ പോലെയുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ പോലുള്ള കോയിൻസ് മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രിപ്റ്റോയിൽ BTC ആണ് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഓർഡർ കാണാം, ചാർട്ട് കാണാം, പ്രോപ്പർട്ടീസ് കാണാം, ഡീറ്റെയിൽ ഒക്കെ കാണാം. ഞാനൊരു കാര്യം ചെയ്യാണ്, ന്യൂ ഓർഡറിൽ ക്ലിക്ക് ചെയ്യണം. ന്യൂ ഓർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഓർഡറിൽ പോവാണ്. നമുക്ക് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. ആക്ച്വലി നമുക്ക് ചാർട്ടൊന്നും നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് തന്നെ പോവാം. എന്നിട്ട് ചാർട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ടിലേക്ക് പോവാം. നമുക്ക് പർട്ടിക്കുലർ പെയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ യൂറോ USDയുടെയാണ് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. നോക്കുക, ചാർട്ടിലേക്ക് പോവാം. ഉണ്ടോ, യൂറോ USDയുടെ കിട്ടി. അതുപോലെ തന്നെ വീണ്ടും പുറകിൽ പോയിട്ട് നമുക്ക് ബിറ്റ്കോയിൻ്റെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാർട്ടിലേക്ക് പോവാം. ഇത് ഒഴിവാക്കാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയ വാച്ച് ലിസ്റ്റിൽ അവൈലബിൾ ആയുള്ള പെയേഴ്സ് കാണാം. അപ്പോൾ അതിൽ ഞാൻ BTC USD ക്ലിക്ക് ചെയ്തു. കണ്ടോ, BTC USD ഇവിടെ വന്നു. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാർട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചാർട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം തന്നെ ചാർട്ടിൽ എല്ലാവർക്കും അറിയാം, ഇത് കാണുന്നത് ക്യാൻഡിൽസ് ആണ്. ചാർട്ടിൽ കാണുന്ന എല്ലാം ക്യാൻഡിൽസ് ആണ്. ഗ്രീൻ എന്നുള്ളത് ബൈ ക്യാൻഡിലും റെഡ് എന്നുള്ളത് സെൽ ക്യാൻഡിലും ആണ്. അതിൽ ഇവിടെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് കുറച്ച് ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പച്ച ലൈനും മുകളിൽ ചുവപ്പ് ലൈനും. പച്ച ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഡ് ലൈനും, ചുവപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് ലൈനാണ്. ബിഡ് പ്രൈസ് ആൻഡ് ആസ്ക് പ്രൈസ് ആണ് അവ രണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണാം, ഇവിടെ BTC USDMന്റെ തൊട്ടിപ്പുറത്ത് M55 എന്ന് പറഞ്ഞത് കാണാം. ആ M55 എന്ന് പറഞ്ഞത് നമ്മുടെ ടൈം ഫ്രെയിം ആണ്. ആ ടൈം ഫ്രെയിം നിങ്ങൾക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. മുകളിൽ 3ാമത് കിടക്കുന്നുണ്ട് M55 എന്നുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം M1 മുതൽ വീക്ക്ലി 1 വരെ കിടക്കുന്നത് കാണാം. M1 മുതൽ വീക്ക്ലി 1 മുതൽ എന്നെല്ലാം M ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് മിനിറ്റിന്, H റെപ്രസെന്റ് ചെയ്യുന്നത് അവേഴ്സിനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറെ കുറച്ച് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടിപ്പുറത്ത് കാണാം, ഒരു സെറ്റിംഗ് ബട്ടൺ പോലെ കാണാം.
ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് അവൈലബിൾ ആയ കുറച്ച് ടൈം ഫ്രെയിമുകളും കൂടിയും കാണാം. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ഫ്രെയിമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ടൈം ഫ്രെയിമുകൾ കാണാം. ഓക്കെ, എന്നിട്ട് എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക, സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇത് ഞാൻ ഇപ്പോൾ ക്യാൻസൽ കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം സെൽ ബട്ടൺ ആൻഡ് ബൈ ബട്ടൺ കാണാം. അതിൽ ഞാൻ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഒരു 1 ക്ലിക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണാം. ഞാനിവിടെ 1 ക്ലിക്ക് ട്രേഡിംഗ് എനേബിൾ ചെയ്യാനാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തു, താഴെ ഓക്കെ കൊടുത്തു. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബൈ കൊടുത്തു, നോക്കിക്കോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആയി. എവിടെ പ്രൈസ് ഇരിക്കുന്നോ, മാർക്കറ്റ് എക്സിക്യൂഷൻ ആണ്, എവിടെ പ്രൈസ് ഇരിക്കുന്നോ അപ്പോൾ ബൈ ആയി. ഇത് പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ തട്ടിയിട്ട് എപ്പോഴെങ്കിലും ബൈ സെല്ല് ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് മിക്കവാറും നമ്മൾ ഡിസേബിൾ ചെയ്ത് ഇടണം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീണ്ടും പോവാം, നേരത്തെ കാണിച്ച സെറ്റിങ്സിൽ പോവാം, എന്നിട്ട് കാണാൻ കണ്ടില്ലേ 1 ക്ലിക്ക് ട്രേഡിംഗ് നേരത്തെ ഞാൻ ഡിസേബിൾ ചെയ്തിരിക്കുകയായിരുന്നു, ഇപ്പം എനേബിൾ ആയി. ഞാൻ അത് വീണ്ടും ഡിസേബിൾ ചെയ്തു, പോയി. ഓക്കെ, ചാർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി ആദ്യത്തെ രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് ഹെയർ ആണ്. നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. രണ്ടാമത്തെ ഉള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾക്ക് കിട്ടില്ല, കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ട്രേഡിംഗ് വ്യൂവിലുള്ള പോലെ വലിയൊരു ലിസ്റ്റ് കിട്ടില്ല. നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മെയിൻ ചാർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട ഇത്ര അധികം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ടൈം കാണിച്ചു തന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് MT5 6 ഓർഡർ ടൈപ്പുകളുണ്ട്. അല്ല, ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം. ഇത് ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ലൈൻ വന്നു. എവിടെയാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ പ്രൈസിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത് ബൈ ലിമിറ്റ് എന്ന് പറയുന്നത്. പ്രൈസിൻ്റെ താഴെ പെൻഡിങ് ഓർഡർ ഇടുന്നതിനെയാണ് ബൈ ലിമിറ്റ് എന്ന് പറയുക. ഇത് പ്രൈസിൻ്റെ മുകളിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സെൽ ലിമിറ്റ് എന്ന് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബൈ ചെയ്യണം, പ്രൈസിൻ്റെ താഴെ ബൈ ചെയ്യണമെങ്കിൽ ബൈ ലിമിറ്റും, പ്രൈസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെല്ല് ചെയ്യണം. പ്രൈസ് ഇവിടം വരെ എത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് സെല്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൽ ലിമിറ്റ് എന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നുകൂടി ഉണ്ടെങ്കിൽ ചോദിക്കാം, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് മുകളിലോട്ട് പോവുകയാണ്. ആ മുകളിലോട്ട് പോകുന്ന പ്രൈസ് താഴെ വന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഹിറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഓർഡർ ഇട്ട് വയ്ക്കുകയാണ്. അതിനെ പെൻഡിങ് ഓർഡർ എന്ന് പറയാം. ആ ഓർഡർ വന്നിട്ട് ആ പ്രൈസ് വന്നിട്ട് ഇവിടെ താഴെ വന്ന ആ ഓർഡറുമേ ഹിറ്റ് ആവുകയാണെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഈ ലൈൻമേ ഹിറ്റ് ആവുകയാണെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇതാണ് ബൈ ലിമിറ്റ്. നമ്മളിത് മുകളിലോട്ട് പോവുകയാണ്. ഇത് തന്നെ സെല്ലിന് സംഭവിക്കുന്നതാണ് സെൽ ലിമിറ്റ് എന്ന് പറയുന്നത്. പ്രൈസ് മുകളിലോട്ട് പോയിട്ട് നമ്മളൊരു പ്രൈസിൽ എത്തിയിട്ട് മാർക്കറ്റ് തിരിച്ചു വരുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൈസ് വെച്ച് കഴിഞ്ഞ്, പ്രൈസ് അല്ല, ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ലൈൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനാണ് സെൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ തന്നെ ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ തന്നെ താഴെ കണ്ടിട്ടുണ്ടാവും, താഴെ ബൈ ലിമിറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ബൈ ലിമിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് താഴെ വരും, നമുക്ക് മാർക്കറ്റ് താഴെ വരും. ഉദാഹരണത്തിന് ഇപ്പോൾ കാണുന്നതിൽ 650 570 മാർക്കറ്റ് വരും എന്ന് വിചാരിച്ചു. മാർക്കറ്റ് വരും, പക്ഷേ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന് വെച്ചാൽ 43,596 നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു സെൽ സ്റ്റോപ്പ് നമ്മൾ പ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ മുകളിൽ പോകുന്ന മാർക്കറ്റ് താഴെ വന്ന് സെൽ സ്റ്റോപ്പിൽ ഹിറ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സെൽ സ്റ്റോപ്പ് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കുക. എന്ന് വെച്ചാൽ ഞാൻ സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് താഴെ വന്നിട്ട് താഴേക്ക് വരുന്നതാണ് നമ്മുടെ വ്യൂ. താഴേക്ക് വന്നിട്ട് ഒരു പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റിൽ ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴെ പോകുന്നതാണ് നമ്മുടെ വ്യൂ.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. അതും പെൻഡിങ് ഓർഡറാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് പെൻഡിങ് ഓർഡറാണ്. എല്ലാവരും പറയുന്നത് പെൻഡിങ് ഓർഡറാണ്. ഇത് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പാണ്. ബൈ സ്റ്റോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റ് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നിൽക്കുന്ന പ്രൈസിൻ്റെ മുകളിൽ ബൈ ചെയ്യുക. ഏതാണ് ബൈ സ്റ്റോപ്പ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തുള്ളതാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് വരുന്നത്. ബൈ സ്റ്റോപ്പ് ലിമിറ്റ്. ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് ഇപ്പോൾ 2 ലൈൻസ് കാണാം നിങ്ങൾക്ക്. ബൈ സ്റ്റോപ്പ് ലിമിറ്റ് മുകളിലും സ്റ്റോപ്പ് ലിമിറ്റ് പ്രൈസ് താഴെയും. എന്ന് വെച്ചാൽ ഈ സ്റ്റോപ്പ് ലിമിറ്റ് പ്രൈസിലോട്ട് ആദ്യം പ്രൈസ് വരും. സ്റ്റോപ്പ് ലിമിറ്റ് പ്രൈസിലോട്ട് ആദ്യം പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയാൽ ഈ പർട്ടിക്കുലർ മുകളിൽ ഇപ്പം നമ്മൾ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയാൽ മാത്രമാണ് ഓർഡർ പ്ലേസ് ആവുള്ളൂ. എന്ന് വെച്ചാൽ പർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ടാവുക. ഇത് MT5 മാത്രമേ ഉള്ളൂ, MT4 ഇല്ല. അത് തിരിച്ച് സംഭവിക്കുന്നതാണ് സെൽ സ്റ്റോപ്പ് ലിമിറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൈസിൽ മുകളിൽ പോയി സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞ പ്രൈസിലേക്ക് മുകളിൽ പോയി കഴിഞ്ഞിട്ട് താഴെ തിരിച്ച് സെൽ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞ പ്രൈസിലേക്ക് എത്തുമ്പോഴാണ് ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഈ ഓർഡർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞുതരാം. ബൈ സ്റ്റോപ്പ് ലിമിറ്റും അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിമിറ്റ് എങ്ങനെയാണ് എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം റീട്രേസ്മെന്റ് അല്ലെങ്കിൽ പുൾ ബാക്കിൽ ട്രേഡ് എടുക്കുന്നതാണ് എപ്പോഴും പറയാറ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞ് തിരിച്ചിറങ്ങി 53584 തിരിച്ചിറങ്ങും. അപ്പോൾ ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് മാത്രം 53584 എത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിമിറ്റിലേക്ക് എത്തുന്ന സമയത്ത് എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുന്ന പ്രൈസ് താഴേക്ക് എത്തിയിട്ട് ഒരു പ്രൈസിലെത്തുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിനാണ് ബൈ ലിമിറ്റ് എന്ന് പറയുന്നത്. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാലോ? സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന പ്രൈസ് താഴോട്ട് വന്ന് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പോകുന്നുള്ളതിനാണ് സെൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3 ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് എന്താണ്? ബ്രേക്ക് ഔട്ടാണ്. 2 നമ്മൾ റീട്രേസ്മെന്റിലാണ്. 3 എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ടുള്ള റീട്രേസ്മെന്റാണ് ഉദ്ദേശിക്കുന്നത്. ആ 3ാമത്തെയാണ് സെൽ സ്റ്റോപ്പ് ലിമിറ്റ് അല്ലെങ്കിൽ സെൽ ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനൊക്കെ SL-ഉം TP-യും വെക്കുന്ന കാര്യമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ബൈ ലിമിറ്റിലേക്ക് വരികയാണ്. ബൈ ലിമിറ്റ് ആദ്യം എടുക്കാം. നമുക്ക് ബൈ ലിമിറ്റിലേക്ക് വരികയാണ്. ബൈ ലിമിറ്റിൽ വന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു. എങ്ങനെ പ്ലേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കണ്ടിട്ടുണ്ടാവും, ഒരു ആരോ കണ്ടിട്ടുണ്ടാവും. ആരോയിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു. പ്ലേസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഡൺ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ലൈൻ കാണാം. എവിടെ വന്നിരിക്കുന്നത്? ഒരു ഗ്രേ ലൈൻ കാണാം. ആ ഗ്രേ ലൈനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഓർഡർ പ്ലേസ് ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് സ്റ്റോപ്പ് ലോസും SL-ഉം വയ്ക്കണം. ജസ്റ്റ് ഒന്ന് ആ ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ വന്നിട്ടുണ്ടാവും SL ആൻഡ് സ്റ്റോപ്പ് എന്നുള്ളത്. SL-ൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ SL-ന് ഒരു ലൈൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ബൈ ലിമിറ്റിൻ്റെ SL എപ്പോഴും വയ്ക്കുക, താഴത്തല്ല വയ്ക്കുക. താഴത്ത് വെച്ചു. TP എവിടെ വയ്ക്കുക? മുകളിലാണ് വയ്ക്കുക. നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. TP വെച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ കൊടുക്കുക. ഡൺ. ഇങ്ങനെയാണ് ബൈ ലിമിറ്റിന് SL-ഉം TP-യും വെക്കുന്നത്. ഇനി സെൽ ലിമിറ്റിനെ എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒന്നുകൂടി ഞാൻ പറയുന്നു. സെൽ ലിമിറ്റ് നമ്മൾ ഓർഡർ നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്ലേസ് ചെയ്തു. അതിൻ്റെ TP എപ്പോഴും സെൽ ലിമിറ്റിൻ്റെ TP എപ്പോഴും SL എപ്പോഴും മുകളിലായിരിക്കും, TP എപ്പോഴും താഴെ ആയിരിക്കും. കൊണ്ടുവന്ന് വെച്ചു, ക്ലിക്ക് ചെയ്തു, വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് മറ്റ് രണ്ട് ഓർഡറുകളും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മളത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ ബൈ സ്റ്റോപ്പും
ബൈ സ്റ്റോപ്പ് ലിമിറ്റ് കാണിച്ചു തരാം. ഇതാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരിക. ഞാനിപ്പോൾ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഞാനിവിടെ വെച്ചു, താഴെ സ്റ്റോപ്പ് ലിമിറ്റും വെച്ചു. ഞാൻ ഇത്തിരി കാണാവുന്ന രീതിയിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ SL TP വെക്കാം. അത് മറ്റേലും വെക്കാം. ഞാൻ പ്ലേസ് ചെയ്തിട്ടാണ് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. SL-ഉം TP-യും വെക്കാം. ദേ SL വെച്ചു. ഇതിൻ്റെ SL എവിടെയാണ് വെക്കേണ്ടത്? എപ്പോഴും SL വെക്കുന്നത് ബൈ സ്റ്റോപ്പിൻ്റെ SL എപ്പോഴും വെക്കേണ്ടത് എവിടെ? താഴെയാണ് വെക്കേണ്ടത് അല്ലേ? ബൈ സ്റ്റോപ്പിൻ്റെ എപ്പോഴും വെക്കുന്നത് താഴെയാണ്. എവിടെ? സ്റ്റോപ്പ് ലിമിറ്റ് പ്രൈസിൻ്റെ താഴെ വയ്ക്കണം. സ്റ്റോപ്പ് ലിമിറ്റ് പ്രൈസിൻ്റെ താഴെ വയ്ക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ വെക്കണം. ബൈ സ്റ്റോപ്പ് ലിമിറ്റിൻ്റെ താഴെ വെക്കണം. ഇതിവിടെ നോക്കിയാൽ കാണാം, ഈ ബ്ലൂ ആരോ ആക്റ്റീവ് ആവുന്നത് നോക്കിയാൽ കാണാം. ഞാൻ അങ്ങനെ താഴോട്ട് വെക്കുമ്പോഴാണ് ബ്ലൂ ആരോ ആക്റ്റീവ് ആവുന്നത്. മുകളിലോട്ട് വെക്കുമ്പോൾ ആക്റ്റീവ് ആവുന്നില്ല. ഞാനിവിടെ വെച്ചു, SL വെച്ചു. TP ഒബ്വിയസ്ലി നമ്മൾ എവിടെ വെക്കേണ്ടത്? ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത്, TP അല്ലേ? TP-യും വെച്ചു. അപ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് താഴ്ത്തി വെക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്കിൽ കെടുക്കുകയാണെങ്കിൽ നോക്കി വരുന്നില്ല. കണ്ടോ? ഈ ആരോ ആക്റ്റീവ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, വന്നു, പ്ലേസ് ആയി. ഇപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് പ്ലേസ് ആയിട്ടുണ്ട്. മൂന്നും കൂടി ഒരുമിച്ച് പ്ലേസ് ആയിട്ടുണ്ട്. SL-TP നിറയെ SL-TP ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മൂന്നും കൂടി ഒരുമിച്ച് പ്ലേസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഓർഡർ ആക്റ്റീവ് ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവുന്നതിന് മുന്നേ ഏതെങ്കിലും ഓർഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വരും, ഡിലീറ്റ് ബട്ടൺ വരും. ഡിലീറ്റ് കൊടുക്കുക, പോയി. ഓർഡർ കണ്ടോ? ഇപ്പോൾ ആ ഓർഡർ പോയി. ഇവിടുന്ന് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല, ആവുന്നതിന് മുന്നേ. ഈ ഒരു ഫെസിലിറ്റി വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മെയിൻലി MT5 ഉപയോഗിക്കാൻ, MT5 ആളുകൾ ഉപയോഗിക്കാനുള്ള കാരണം. കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ അതുമാത്രമല്ല സ്റ്റോപ്പ് ലോസും TP നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസും TP നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് ലോസ് എനിക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ടോ താഴോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എനിക്ക് ഇവിടെ കൊണ്ടുവന്നു, കണ്ടോ? നേരത്തെ പറഞ്ഞാൽ ആരോയിൽ ക്ലിക്ക് ആയി മോഡിഫൈ കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ സത്യം പറഞ്ഞാൽ. ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം, MT5 ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, വേറൊരു കാര്യം കൂടി ഉണ്ട്, വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇങ്ങനെ ഒരു റൗണ്ട് വരാം. ഈ റൗണ്ടിൽ ഇതെല്ലാം ടൈമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൽ പറഞ്ഞു തരാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ്, ഇതിൻ്റെ സെറ്റിങ്സ് നോക്കിയാൽ കാണാം, നേരത്തെ കണ്ട സെറ്റിംഗ് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ സെറ്റിങ്സ് ഉണ്ട്. ട്രേഡ് പൊസിഷൻ, ട്രേഡ് ഓർഡേഴ്സ്, OHLLC, SL-TP ലെവല്, ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ആക്റ്റീവ് ആക്കി ഇടണം. ഇതിൽ 1 ക്ലിക്ക് പാനൽ അറ്റ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ? മുകളിലുണ്ടായിരുന്ന സെൽ ആൻഡ് ബൈ പ്രൈസ് താഴോട്ട് വന്നു. അത് നമുക്ക് മുകളിൽ ഇരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്, കാണാനും എപ്പോഴും നല്ലത് മുകളിൽ ഇരിക്കുന്നത് തന്നെയാണ്. അപ്പം ഞാനത് എന്തായാലും അത് ഡിസേബിൾ ചെയ്തു, മുകളിലോട്ട് തന്നെ പോയി. കണ്ടോ? ഇനി വേറൊരു കാര്യം പറയാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടുപുറത്ത് കാണാം കുറച്ച് ഒബ്ജക്ട്സ്, ഷേപ്പുകൾ കാണാം. ഇത് നമുക്ക് വരയ്ക്കാൻ, നമ്മൾ MT5 ഉപയോഗിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ആരോസ് ഉണ്ട്, ബോക്സ് ഉണ്ട്, പിന്നെ റിസോണ്ടൽ, വെർട്ടിക്കൽ ലൈൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ, ഇത് ഫേവറേറ്റ്സ് ഒബ്ജക്ട്സുകളാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റിൽ വരും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സോറി, ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്താണ് ഇതെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. വെർട്ടിക്കലുണ്ട്, സൈക്കിൾ ലൈൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MT5 പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും ഇത് ഉപയോഗിക്കാറില്ല. അതാണ് വേറൊരു, ഉപയോഗിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പുകളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ, ഓൾറെഡി ഫേവറേറ്റ്സിൽ വന്നു. ഫസ്റ്റ് വന്നിരിക്കുന്നു ഓൾറെഡി ഫേവറേറ്റ്സിൽ വന്നു. അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇത് കണ്ടിട്ടുണ്ട്, ന്യൂ വിൻഡോ. നമുക്കൊരു ന്യൂ വിൻഡോ കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ BTC USD ആണ് കാണുന്നത്. നമുക്ക് ഇനിയിപ്പോൾ വേറൊരു വിൻഡോ BTC USD മാറ്റിയിട്ട്
ഓക്കെ, BTC USDയുടെ ഒരു ന്യൂ വിൻഡോ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ ന്യൂ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ആണോ 2 ചാർട്ട് വന്നു. BTC USDയുടെ 2 ചാർട്ട് വന്നു. മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് M50യുടെ M5യുടെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഐ മീൻ ഒരു കണ്ടോ, ഈ ചാർട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിലുള്ള എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ചാർട്ട് സെലക്ട് ചെയ്യുക. ഈ ചാർട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ. ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യൂ വിൻഡോ റിമൂവ് ചെയ്തു. ന്യൂ വിൻഡോയിൽ ഒരെണ്ണം ഞാൻ റിമൂവ് ചെയ്തു. ഇനി തൊട്ടുപുറത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൻ്റെ തൊട്ടുപുറത്ത് മുകളിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കാണാം ഒരു ചതുരത്തിലുള്ള ബ്ലൂ ആൻഡ് റെഡ് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് വന്നു, സെൽ ആൻഡ് ബൈ ബട്ടൺ വന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഇനി വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, സെൻട്രൽ കാണാം 0.5 എന്ന് കാണാം, സെൻട്രൽ കാണാം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇത് ലോഡ് സൈസ് ആണ്. ഇത് മിക്ക ആളുകളും ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ലോഡ് സൈസ് ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാനുവലി ടൈപ്പ് ചെയ്തിട്ട് 0.01 ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓർഡർ ടൈപ്പ് ചെയ്യുന്ന സമയത്തും അത് നോക്കിയിട്ട് നമുക്കിപ്പോൾ 0.1 ആണെങ്കിൽ 0.1 ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് അവിടെ ലോഡ് സൈസ് മാറ്റണമെങ്കിൽ ഓരോ പ്രാവശ്യം പോയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാം. അത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ 0.5 ഇട്ട് ഞാനൊരു ഓർഡർ സെൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ഒരു ഓർഡർ സെൽ പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ഇപ്പോൾ ഒരു ബൈ പ്ലേസ് ചെയ്തു. ഇനി ഞാൻ സെല്ലാ ചെയ്യണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് 0.50 ആണ് ഇവിടെ കിടക്കുന്നത്. എന്ന് വെച്ചാൽ 0.5 തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഞാൻ ഇനി എത്ര ഓർഡർ പ്ലേസ് ചെയ്താലും, ഞാനിപ്പോൾ BTSലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. യൂറോ USDയിൽ നോക്കിയാലും കാണാം, കണ്ടില്ലേ? യൂറോ USDയിലും കാണുന്നത് 0.5 ആണ് കാണുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഈ ലോട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ട് ചാർട്ടിലുള്ള കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഇനി അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം നമ്മളിപ്പോൾ ചാർട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് നോക്കിയാൽ കാണാം ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രേഡിൽ പോവാം. ട്രേഡിൽ പോയി കഴിഞ്ഞാൽ കാണാം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഞാനിപ്പോൾ BTC USD ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര പ്ലേസ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം. ബൈ ആണ് കാണുന്നത് 0.01 കാണാം. സെല്ലാണെങ്കിൽ സെല്ലെന്ന് കാണും ഇവിടെ കാണാം. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ കാണാം, റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം റെഡിൽ ഓടുന്ന ഫിഗേഴ്സ് കാണാം. റെഡിൽ വന്നു കഴിഞ്ഞാൽ അത് ലോസും, മൈനസ് അതിന് മുന്നേ മൈനസ് കാണാം. മൈനസ് റെഡിൽ വന്ന ലോസും, പിന്നെ അതുപോലെ തന്നെ ബ്ലൂവിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റുമാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് 1.10 ലോസാണ് മുകളിലത്തെ BTC USDയിൽ. BTC AUDMൽ 0.28.63 ലോസാണ്. ഇനി ഇതിൽ തന്നെ നമുക്കൊരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിന് പൊസിഷൻസ് എന്ന് പറയാം. പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം നമുക്ക് SL കാണാം, നമുക്ക് TP കാണാം. പിന്നെ സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാപ്പ് ചാർജ് ചില ഓർഡേഴ്സിന്, ചില ഓർഡേഴ്സിനല്ല, ചില പേയേഴ്സിന് സാപ്പ് ഉണ്ട്. എക്സിനസിൻ്റെ ചില പേയേഴ്സിന് സാപ്പ് ഉണ്ട്. അതിൻ്റെ ചാർജ് വരുന്ന ഇപ്പോഴല്ല ചാർജ് വരിക. ഇപ്പോൾ ഒരു ദിവസത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഷെഡ്യൂൾ ചെയ്യും. ചില ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ ആയിരിക്കും. 1 വീക്കിന് ശേഷമൊക്കെ ഇതിൽ ചാർജ് വരും. അപ്പോൾ അതിനെയാണ് സാപ്പ് ചാർജ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ താഴെയുള്ള ഓർഡർ നമ്പറാണ്. നമ്മളിപ്പോൾ കൊടുത്ത ഓർഡറിന് നമ്പറാണ്. ഓർഡർ നമ്പർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെസിപ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഡെലിവറി നോട്ട് നമ്പർ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലുള്ള നമ്പറാണ് താഴെയുള്ളത്. ഇവിടെയും നോക്കിയാൽ കാണാം, ഇതിലും കാണാം. നമ്മളിപ്പോൾ ഇതിന് SLും TPയും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് SLും ഇവിടെ കാണിക്കും, TPയും ഇവിടെ കാണിക്കും. പിന്നെ വേറൊന്ന് കാണാം നിങ്ങൾക്ക്, ഇതിൻ്റെ തൊട്ട് മുകളിൽ SLൻ്റെ തൊട്ട് മുകളിൽ കാണാം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത സമയം ഡേറ്റും കാണാം. അത് എല്ലാത്തിലും ഉണ്ടാവും. അത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. സെറ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ് SLും TPയും സെറ്റ് ചെയ്ത ശേഷമാണ് കാണുന്നത്. ഇതിൻ്റെ താഴെ കാണാം ഓർഡർ, സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓർഡർ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ എക്സിക്യൂട്ട് ആയിട്ടില്ല. എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ ഓർഡേഴ്സ് നിന്ന് മാറിയിട്ട് പൊസിഷനിലേക്ക് പോകും. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് 77969 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഇത് കാണാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ, ഈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കുണ്ടായിരുന്ന ബാലൻസ് ആണ് 7796 എന്നുള്ളത്. ഈ ഓർഡേഴ്സ് ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് 7796 എന്നുള്ളത്. ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ, ഈക്വിറ്റി കാണാൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലൻസിൽ നിന്ന് ഇപ്പോൾ ഉള്ള മൈനസ് അല്ലെങ്കിൽ പ്ലസ്, ഇപ്പോൾ മൈനസ് ആണല്ലോ കാണിക്കുന്നത്, മൈനസ് ഉള്ളതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 2 ഓർഡറാണ് ഇപ്പോൾ ടോട്ടലി കാണുന്നത്. ഒരു ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 2 ഓർഡറിനും കൂടി നമ്മൾ ഉപയോഗിച്ച പൈസ അല്ലെങ്കിൽ ഉപയോഗിച്ച ഡോളറാണ് മാർജിൻ എന്ന് പറയുന്നത്. ഫ്രീ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ നിന്ന് മാർജിൻ കുറയ്ക്കുന്നതാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. ഇക്വിറ്റിയിൽ നിന്ന് മാർജിൻ കുറയ്ക്കുന്നതാണ് ഫ്രീ മാർജിൻ എന്ന് പറഞ്ഞാൽ. മാർജിൻ 11% അത് അവിടെ കിടന്നോട്ടെ, അത് നമ്മൾ കാര്യമായിട്ട് നോക്കണ്ട. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷൻ്റെ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം 3 ബട്ടൺസ് കാണാം. അത് ബട്ടൺ ഐ മീൻ 3 ഇത് കാണാം, 3 റൗണ്ട് കാണാം, ചെറിയ റൗണ്ട് കാണാം. ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ക്ലിക്ക് ട്രേഡിങ്ങിൻ്റെ വീണ്ടും വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെ അത് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്ലോസ് ഓൾ പൊസിഷൻ, ക്ലോസ് ലൂസിങ് പൊസിഷൻ, ഇത് രണ്ടും കാണാം. ക്ലോസ് ഓൾ പൊസിഷൻസ്, ക്ലോസ് ലൂസിങ് പൊസിഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ക്ലോസ് ഓൾ പൊസിഷൻ, എല്ലാ പൊസിഷനും പോയി, കണ്ടോ, എല്ലാ പൊസിഷനും പോയി. ലൂസിങ് പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂസായ നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന പൊസിഷൻസ് എല്ലാം ക്ലോസ് ആവും. അപ്പോൾ അതിനാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് എല്ലാം എന്തായി, ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി കാണുന്ന വിൻഡോ ആണിത്. ഇനി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി അറിയേണ്ടത്. നമുക്ക് ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് പോകാം. ഹിസ്റ്ററിയിൽ പൊസിഷൻസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ഡീൽസ് ഉണ്ട്. ഇന്നത്തെ ഓർഡർ ഡീറ്റെയിൽ ആണ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുക. ഇന്നത്തെ എന്നല്ല, നമുക്കത് ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എടുത്ത ഓർഡർ ഡീറ്റെയിൽസ് താഴെ കാണുന്നുണ്ട്, എല്ലാ ഡീറ്റെയിലും കാണുന്നുണ്ട്. നേരത്തെ കൊടുത്ത പോലെ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണാം. SL ഓപ്പൺ പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഓപ്പൺ ടൈം കാണിക്കുന്നുണ്ട്. SL സെറ്റ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തതാണ്. രണ്ടാമത് സെറ്റ് ചെയ്ത 2 ഓർഡേഴ്സ്, രണ്ടാമത് പ്ലേസ് ചെയ്ത 2 ഓർഡേഴ്സ് നമ്മൾ SL സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ കാണാം SL സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം, നമുക്ക് TP സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്, രണ്ടാമത് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം, അതിൽ SL ഇല്ല, TP ഇല്ല. മൂന്നാമതിലും ഇല്ല, SL ഇല്ല, TP ഇല്ല. ഓക്കെ, ഇത്ര ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നോക്കിയാൽ കാണാം പ്രോഫിറ്റ്. ഡെപ്പോസിറ്റ് എമൗണ്ട് കാണാത്തത് എന്തുകൊണ്ടാണ്, സാപ്പ് എമൗണ്ട് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാപ്പ് ചാർജ് ഇല്ല. കമ്മീഷൻ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്മീഷൻ ഇല്ല. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ ബാലൻസ് ആണ് ഇവിടെ കാണിക്കുക. നമ്മളിപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്, -49.29 ആണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്നത്തെ പൊസിഷൻ പ്രകാരം നമുക്ക് പറ്റിയ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഓർഡറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഓർഡറിന്റെ ഡീറ്റെയിൽ ആണ് കാണുന്നത്. നമ്മൾ മാർക്കറ്റ് പ്രൈസിലാണ് ആദ്യം കൊടുത്തത്, പിന്നെ ബൈ ലിമിറ്റ് ആണ് കൊടുത്തത്, പിന്നെ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ആണ്, പിന്നെ ബൈ ആണ് കൊടുത്തത്, പിന്നെ സെല്ല്. ഈ 3 സെല്ല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം കൊടുത്ത ഓർഡർ ഉണ്ടല്ലോ, നമ്മൾ അവസാനം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ, ക്യാൻസൽ അല്ല, നമ്മൾ ഇതായല്ലോ, എൻട്രി ക്ലോസ് ചെയ്തല്ലോ, അതാണ് ഈ പറഞ്ഞ സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള കാണിക്കുന്ന 3 എണ്ണത്തിൽ 2 എണ്ണം, ഒരെണ്ണം നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതിൽ നോക്കിയാൽ കാണാം ഫിൽഡ് 6 എണ്ണം ഫില്ല് ചെയ്തു എന്ന് വെച്ചാൽ 6 ഓർഡർ പ്ലേസ് ആയി. ടോട്ടൽ നമ്മൾ 7 എണ്ണം കൊടുത്തതിൽ 6 എണ്ണം ഫില്ലായി, ഒരെണ്ണം ക്യാൻസൽ ചെയ്തു. ആ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് കാണാം താഴത്ത് ഞാൻ ബൈ സെൽ ലിമിറ്റോ അങ്ങനെ ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ബൈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറാണ് നേരത്തെ ക്യാൻസൽ ആക്കിയത്. ഇനി ഡീൽസിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഇൻ, സെൽ ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 എണ്ണം വാങ്ങിച്ചു, പിന്നെ സെൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ 3 എണ്ണം നമ്മൾ വിറ്റു. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ പറഞ്ഞ ബൈ ഇൻ, സെൽ ഔട്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് സോർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷനിലേക്ക് ആദ്യം പോവാം, എന്നിട്ട് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കലണ്ടറിൻ്റെ ഒരു സിമ്പിൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇന്ന് ടുഡേ, ലാസ്റ്റ് വീക്ക്, ഇങ്ങനെ ഓരോന്നും നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മാറി വരും. ഇന്നിപ്പോൾ ടുഡേ ഞാൻ ഇട്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇനി ഇത് കാണിക്കുന്നത് ടുഡേത്തെ ഡീറ്റെയിൽ ആണ്. ഈ ലാസ്റ്റ് വീക്കിൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് ഒരു വീക്കിൻ്റെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് മന്ത് കാണാം, ലാസ്റ്റ് 3 മന്ത്സ് കാണാം, അല്ലെങ്കിൽ കസ്റ്റം പീരീഡ് കാണാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈം ഫ്രെയിം അല്ല, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കാണാം. ഇത് 3 എണ്ണത്തിലും കാണാം, ഓർഡറിലും കാണാം, ഡീൽസിലും കാണാം, എല്ലാത്തിലും കാണാം. ഇനി വേറെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോർട്ടാണ്. ഇത് സോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രകാരം സോർട്ട് ചെയ്യാം, ടിക്കറ്റ് പ്രകാരം സോർട്ട് ചെയ്യാം, ടൈപ്പ് പ്രകാരം സോർട്ട് ചെയ്യാം, ഓപ്പൺ ടൈം, ക്ലോസ് ടൈം, പ്രോഫിറ്റ്. ഇതിലിപ്പോൾ പ്രോഫിറ്റ് ഇപ്പോൾ നോക്കിയാൽ കാണാം
ഇപ്പോൾ മുകളിൽ കിടക്കുന്ന 0.31 ആണ്, 1.55 ആണ്, 47.43 ആണ്. അത് ഞാനിപ്പോൾ പ്രോഫിറ്റ് പ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഏറ്റവും മുകളിലോട്ട് പോയി. ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് വരും. അതുപോലെ ഇപ്പം നമുക്ക് സിമ്പിൾ പ്രകാരം, ഇപ്പോൾ സിമ്പിൾ നോക്കുകയാണെങ്കിൽ BTC USD ഉണ്ട്, BTC OUD ഉണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു BTC USD ഒരു പ്രാവശ്യം വന്നു, വീണ്ടും ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ BTC OUD മുകളിലോട്ട് വന്നു. ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, വേറെ ഒന്നുമല്ല, ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ സിമ്പിൾസ്. നിങ്ങൾക്ക് സിമ്പിൾസ് ഒരു സിമ്പിളിന് മാത്രം. ഇപ്പം നിങ്ങളിപ്പോൾ ഒന്ന് ഓർഡർ എടുത്ത്, ഞാനിപ്പോൾ ഒന്ന് ഓർഡർ എടുത്ത 2 ഓർഡറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് BTC USD മാത്രം മതിയെങ്കിൽ BTC USD കൊടുത്തു. ഇതെന്താണ്? ഇത് ഫിൽറ്ററിംഗ് ആണ്. ഇതിൻ്റെ തൊട്ടുപുറത്ത് കാണുന്നത് ഫിൽറ്ററിംഗ് ആണ്. ഇപ്പോൾ ഈ 2 BTC USDയുടെ ഡീറ്റെയിൽ മാത്രം വന്നു. ഇനിയിപ്പോൾ BTC AUDയുടെ വേണമെങ്കിൽ ഞാൻ AUDയിൽ ക്ലിക്ക് ചെയ്ത് AUDയുടെ മാത്രം വന്നു. ഇത്രയാണ് MT5 എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ആൻസർ തരാം.